പക്ഷെ എൻ്റെ അന്വേഷണ വിഷയം ഇതൊന്നും ആയിരുന്നില്ല. ഞാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടേഷനായി ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കേരളത്തിലെ ചുവർ ചിത്രങ്ങളെക്കുറിച്ചും ദാരു ശില്പങ്ങളെക്കുറിച്ചും ഐക്കണോഗ്രഫിയെക്കുറിച്ചും വിശദമായി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചില ലേഖനങ്ങൾ എഴുതി. അതിൽ ശാസ്താവിനെക്കുറിച്ചും ശാസ്താവെന്ന സങ്കല്പത്തെക്കുറിച്ചും വളരെ വിശദമായൊരു ലേഖനം അന്ന് ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചു. ആ ലേഖനം വായിച്ചിട്ട് എൻ്റെ പല സുഹൃത്തുക്കളും അഭിനന്ദിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ ഡോക്ടർ ജേക്കബ് ഫിലിപ്പ്, അദ്ദേഹം കോട്ടയത്തെ അന്ന് അറിയപ്പെടുന്ന ഒരു ഡെന്റിസ്റ്റാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരാളിനെ വീട്ടിൽ വന്നാൽ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിന് ഈ ശബരിമലയിലെ ശാസ്താവിൻ്റെ വിഗ്രഹത്തെ പറ്റിയൊന്നുമല്ല, ശബരിമലയിലെ തീവെപ്പിനെ പറ്റി വളരെ വിശദമായി ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ കഴിയും. അദ്ദേഹത്തിന് അതിൽ താല്പര്യമുണ്ട്. അദ്ദേഹം നിങ്ങളുടെ അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്താണ്, ഹോസ്റ്റൽ മേറ്റാണ് എന്ന് പറഞ്ഞു. അത് അല്ലാതെ ആ സുഹൃത്തിനെ പറ്റി കൂടുതൽ വിവരം അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. ഞാൻ ഒരു ദിവസം ഡോക്ടർ ജേക്കബ് ഫിലിപ്പിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ അന്നേരം MV ദേവൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി, സിനിമാ പ്രവർത്തകനായ സേതുമാധവൻ എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇവരെ കൂടാതെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളും, ആ പരിചയമില്ലാത്ത ആളിനെ ജേക്കബ് ഫിലിപ്പ് പരിചയപ്പെടുത്തി. ഞങ്ങൾ ജേക്കബ് ഫിലിപ്പിനെ ബേബി എന്നാണ് വിളിക്കുന്നത്. ബേബി പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഇത് ജോൺ വർഗീസ്. അപ്പോൾ ജോൺ വർഗീസ് TM വർഗീസിൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ TM വർഗീസിൻ്റെ മക്കളെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അവരെയൊന്നും എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. TM വർഗീസിനെയും കാണാനോ പരിചയപ്പെടാനോ സാധിച്ചിട്ടില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം വഹിച്ച പങ്കിനെപ്പറ്റി, ഉത്തരവാദ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് നൽകിയ സംഭാവനയെപ്പറ്റി, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് അദ്ദേഹം വഹിച്ച പങ്കിനെ പറ്റിയൊക്കെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ സാമാന്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്.